ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയുർവേദ വിധിപ്രകാരം ഷുഗർ രോഗികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. 1750 വർഷത്തിലധികം പഴക്കമുള്ള, അതായത് വൈദ്യ ശിരോമണികളായ സുശ്രുതനും ശരകനും വാഗ്ഭടാനന്ദനും ഒക്കെ അനുശാസിച്ചിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ മീഡിയം വലിപ്പമുള്ള 5 നെല്ലിക്ക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ഗ്ലാസ് വെള്ളം, ഇത്രയും എടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് പാൻ വച്ച് അതിൽ 4 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് ചൂടാക്കാം. വെള്ളം തിളയ്ക്കുന്നതിനിടയ്ക്ക് നമുക്ക് നെല്ലിക്കയുടെ കുരു കളഞ്ഞ് ഒരു ഇടികല്ലിലിട്ട് അതിനെ നന്നായിട്ട് ചതച്ചെടുക്കാം. നന്നായി ചതഞ്ഞ് വരുമ്പോൾ അതിനെ ഒരു സ്പൂണിൽ എടുത്ത് നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 5 നെല്ലിക്കയും ചതച്ചത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സ്പൂണ് കൊണ്ട് നന്നായി വെന്ത് വരുന്നത് വരെ കൂടെ ഇളക്കി കൊടുക്കുക. അടുത്ത് ഇത് ഉണക്കി പൊടിച്ച മഞ്ഞളാണ്. 1/4 ടീസ്പൂണാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഉണങ്ങിയ മഞ്ഞൾ കിട്ടിയില്ല എങ്കിൽ കവറിലുള്ള മഞ്ഞൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ഉണക്ക മഞ്ഞൾപ്പൊടി മഞ്ഞൾ അങ്ങാടിക്കടയിൽ കിട്ടും. അത് വാങ്ങി പൊടിച്ച് വച്ചിരിക്കുന്നതാവും ഉത്തമം. നെല്ലിക്ക നന്നായി വെന്ത് വരുമ്പോൾ സ്പൂണ് കൊണ്ട് അതിനെ ഉടച്ച് വെള്ളത്തിൽ ചേർക്കേണ്ടതാണ്. ഇതിൽ മറ്റ് മരുന്നുകളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും നെല്ലിക്കായും മാത്രമേ ഇതിലുള്ളൂ. ഈ കഷായം എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും യോജിച്ചെന്ന് വരത്തില്ല. അപ്പോൾ മറ്റു ബ്ലഡ് ഗ്രൂപ്പുകാർക്കുള്ള മരുന്ന് ഞാൻ പിന്നാലെ ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിനകത്താണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിനെ നമ്മൾ നന്നായി ഒന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. രണ്ട് ഗ്ലാസ് കഷായം കിട്ടിയിട്ടുണ്ട്. 1 ഗ്ലാസ് രാവിലെ ആഹാരത്തിന് മുമ്പും, രണ്ടാമത്തെ ഗ്ലാസ് വൈകുന്നേരം